യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നാഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് എത്രയോ നല്ലവനാണ് എന്ന് രുചിച്ചറിയുക. തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുകയും വിശ്വസിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവിടുന്ന് ചെയ്യുന്നു. തിരുവചനത്തിൽ നാം കാണുന്നു, സിറിയ രാജാവിന്റെ സൈന്യാധിപനായിരുന്ന നാമാൻ എന്നു പേരുള്ള മനുഷ്യൻ ധീരനും പരാക്രമിയും ആയിരുന്നെങ്കിലും അവൻ കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ സൈന്യാധിപനായ നാമാന്റെ ഭാര്യയുടെ പരിചാരിക ഇതറിഞ്ഞ് തന്റെ യജമാനത്തിയോട് പറഞ്ഞു, ഒരു പ്രവാചകൻ സമരിയായിലുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ നാമാന്റെ കുഷ്ഠരോഗം മാറുമായിരുന്നു. അങ്ങനെ സൈന്യാധിപനായ നാമാൻ പ്രവാചകനായ എലീശയെ കാണുകയും 7 പ്രാവശ്യം ജോർദാനിൽ പോയി കുളിച്ച് ശുദ്ധി വരുത്തുകയാണെങ്കിൽ കുഷ്ഠരോഗം മാറുകയും ചെയ്യുമെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ സൈന്യാധിപനായ നാമാൻ കുപിതനായി പ്രവാചകനെ അവഗണിച്ച് മടങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, കർത്താവ് നിയമിച്ച ഒരു പ്രവാചകനെയും അവഗണിക്കരുത്. കർത്താവിന്റെ വേല ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ചില പ്രവാചകന്മാരുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന രോഗസൗഖ്യത്തിന്റെയും അത്ഭുത വിടുതലിന്റെയും അഭിഷേകമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുക. ചില സാഹചര്യങ്ങളിൽ നാം ദൈവത്തെയോ ദൈവിക അഭിഷേകത്തെയോ പ്രവാചകനെയോ നിന്ദിച്ചാൽ നമുക്ക് കിട്ടേണ്ട അനേകം കൃപകൾ നഷ്ടമാകും. എന്നാൽ ദൈവം അനുവദിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുത്തുകയും നാം ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്ക് യോഗ്യരാകുകയും ചെയ്യും. ഇവിടെ തിരുവചനത്തിൽ നാമാൻ തന്റെ ഭൃത്യരുടെ അഭ്യർത്ഥന പ്രകാരം 7 പ്രാവശ്യം ജോർദാനിൽ കുളിച്ച് ശുദ്ധി വരുത്തുകയും സൗഖ്യപ്പെടുകയും ചെയ്തു. അവൻ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി. സ്നേഹമുള്ളവരെ, നാമാന്റെ കുഷ്ഠരോഗം മാറുവാൻ ആദ്യം നിർദ്ദേശം കൊടുത്തതും ദൈവശക്തിയിൽ വിശ്വാസം ഉണ്ടായിരുന്നതും വെറും ഒരു പരിചാരികയായിരുന്നു. നമുക്കും ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. അതിന് നമ്മുടെ സ്ഥാനമാനങ്ങളോ സമ്പത്തോ അധികാരങ്ങളോ അല്ല ദൈവം നോക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു നല്ല ഹൃദയമാണ്. കർത്താവായ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ രോഗാവസ്ഥയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ കുറവുകളിലേക്ക് കടന്നു വരണമേ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആ പാദചൂടം ഞാൻ സുഖമാകുവാൻ, മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. കർത്താവായ യേശുവേ, അവിടുന്ന് കൂടെയുള്ളപ്പോൾ ഞങ്ങൾ അനാഥരല്ല. ഇന്ന് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലം കാണുവാൻ അവിടുന്ന് ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപ ചൊരിയണം ഈശോയെ. കർത്താവേ, അങ്ങയുടെ അത്ഭുതം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഞങ്ങൾ സൗഖ്യമുള്ളവരായി തീരട്ടെ. ഓ യേശുവേ, ഞങ്ങളോട് കരുണയായിരിക്കണം. അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ. ഓ യേശുവേ, അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ. വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയണം
വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയണമേ നാഥ, കൃപ ചൊരിയണമേ നാഥ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ നീട്ടി ഞങ്ങളിതാ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. യേശു, അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അവിടുന്ന് കാണണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണം ഈശോ. സദാ വിളിപ്പൂ, കൈനീട്ടി നിൽപ്പൂ, നീ വരമേഘണേ നാഥ. ഓ എൻ്റെ യേശുവേ, സദാ വിളിപ്പൂ, കൈനീട്ടി നിൽപ്പൂ, നീ വരമേഘണേ നാഥ. ആശ്വാസത്തിൻ കുളിരറിയാനായി കൃപ ചൊരിയണമേ നാഥ. ആശ്വാസത്തിൻ കുളിരറിയാനായി കൃപ ചൊരിയണമേ നാഥ, കൃപ ചൊരിയണമേ നാഥ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എൻ്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ. ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആപാദചൂടം ഞാൻ സുഖമാകും. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. ഇന്ന് ദൈവത്തിന് മുമ്പിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.